ഹായ് കൂട്ടുകാരെ, ഇന്ന് എങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്. അപ്പോഴേ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോഴിത് ചോറിൻ്റെ ഒറ്റത്ത് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. ഹായ് കൂട്ടുകാരെ, സെലിൻ ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ഇത്രയും കോവയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചൊരു വിഭവം തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ സവാള ഇട്ട് കൊടുക്കാം. ഒരു 5 വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കോവയ്ക്ക എടുക്കുമ്പോഴത്തേന് നല്ല ഇളം കോവയ്ക്ക വേണം എടുക്കാൻ. ഉണ്ടല്ലോ, ഞാൻ ഇപ്പം മാക്സിമം എളുപ്പമുള്ള കോവയ്ക്ക നോക്കിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് നല്ലത്. അപ്പോൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സവാളയും കൊച്ചുള്ളിയൊക്കെ 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഒരു തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിപ്പഴത്തിന്റെ പച്ചമണം ഒന്ന് ഇനി കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോഴിത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കോവയ്ക്കൊക്കെ മസാലയ്ക്ക് വേണ്ടി ഇത്രയും തേങ്ങ വെച്ചിട്ടുണ്ട്.
ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. രണ്ട് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. അപ്പോഴേ ടീസ്പൂൺ കുത്തി കോരി എടുത്തിട്ടില്ല, ഒരുപാട് ഫുള്ളാക്കി എടുത്തിട്ടില്ല, അല്ലാതെയാണ്. അതേപോലെ പുളി ഇട്ട് കൊടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി പൊടി ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതൊന്നിനി തണുത്തോട്ട് ഇച്ചിരി തണുത്തതിന് ശേഷമാണ് ഇനി ബാക്കി കാര്യങ്ങള്. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ആക്കി കൊടുത്തിരുന്നു. ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കാതെയാണ് ആദ്യം അരച്ചത്. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. ഇവിടെ കോവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറെ കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണമല്ല. അപ്പം നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ എടുക്കുക. ഇനി ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി ആ അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം.
അപ്പോഴിവിടെ കോവയ്ക്കൊക്കെ വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോഴൊരു തവണയെങ്കിലും ചെയ്ത് നോക്കുക. അപ്പോൾ കോവയ്ക്ക നല്ല ഇളത് നോക്കി എടുക്കണതാണ് നല്ലത്. അപ്പോഴും മിറ്റിയതാണെങ്കിൽ ചിലപ്പം കട്ടിക്ക് കിടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് മിറ്റിയതുണ്ടായിരുന്നു. അതൊക്കെ ഇതുപോലെ ഇച്ചിരി കട്ടിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇളം കോവയ്ക്കാണ് നല്ലത്. അപ്പോൾ ഇച്ചിരി സമയമൊക്കെ എടുത്ത് നല്ലവണ്ണം വേവിച്ചെടുക്കുക. എന്നിട്ടൊന്ന് ഇതുപോലെ അഥവാ നല്ല കട്ടിയായിട്ട് കിടക്കണേനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോഴും ഉടഞ്ഞു വരും. ഇതുപോലെ എൻ്റെ കയ്യിലും കുറച്ചൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ ഉടച്ചു കൊടുത്ത് രണ്ടെല്ലാം ഇതുപോലെ കിടക്കും മിറ്റിയതൊക്കെ ആണെങ്കിൽ. അപ്പോഴും ഇളതാണെങ്കിൽ ഉടഞ്ഞു വരും. അപ്പോഴും ചോറിൻ്റെ കൂട്ടത് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അതുപോലെ കോവയ്ക്ക എല്ലാ ഡയബറ്റിക്കാർക്കും ഒക്കെ നല്ലതാണ്. അപ്പോഴിനി കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. ഇവിടെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അപ്പോഴേ സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടല്ലോ. അപ്പോഴെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് കോവയ്ക്ക നല്ല വെന്ത് കിട്ടണം. അപ്പോഴേ ഇളം കോവയ്ക്ക നോക്കി എടുക്കുക. അതുപോലെ അഥവാ വെന്തില്ലെങ്കിൽ നല്ലോണം ഉടച്ച് എടുക്കണം. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കൊരു സപ്പോർട്ടാവും. അപ്പോഴടുത്തൊരു വീഡിയോ എൻ്റെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.